നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധന്റെ രാശിമാറ്റ ഫലമാണ് അവതരിപ്പിക്കുന്നത്. ബുധൻ കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുകയാണ്. 27/2/2025 ഉച്ചയ്ക്ക് 11:42 മീനൻ രാശിയിലേക്ക് ബുധൻ രാശി മാറുന്നത്. മീനൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ ഓരോ കൂറുകാർക്കും എന്തെല്ലാം ഫലങ്ങളെ ചെയ്യുമെന്ന് നമുക്കൊന്ന് പ്രതിപാദിക്കാം. ഇത് ബുധന്റെ രാശിമാറ്റ ഫലം മാത്രമാണ്. മറ്റ് ഗ്രഹങ്ങളുടെയും ഫലങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പൊതുവായിട്ടുള്ള ഫലങ്ങളെ നിർണ്ണയിക്കുന്നത്. എന്നാൽ ഈ ബുധന്റെ രാശിമാറ്റ ഫലം മൂലം ഉള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ആ ഒരു രീതിയിൽ വേണം വീഡിയോയെ കാണുവാൻ. വീഡിയോയിലേക്ക് കടക്കാം. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് 12ാം ഭാവത്തിലേക്കാണ് ബുധൻ രാശി മാറി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുപീഡ, രോഗം എന്നിവയാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഭാഷണ സാമർഥ്യം, ധനലാഭം, കാര്യവിജയം, സുഖം, കുടുംബസൗഖ്യം, സന്താന സൗഖ്യം എന്നീ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി മിഥുനക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുനാശം, ധനലാഭം, ദാമ്പത്യ സൗഖ്യം എന്നീ നല്ല ഫലങ്ങളാണ് പറയേണ്ടത്. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 9ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, രോഗം ഇവയാണ് ഫലമായിട്ട് പറയേണ്ടത്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 8ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാര്യജയം, പുത്രസുഖം, വസ്ത്രലാഭം, ധനപുഷ്ടി, മനസ്സുഖം, സാമർഥ്യം ഇവയൊക്കെയാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 7ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കലഹമുണ്ടാകാനുള്ള സാധ്യതയാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 6ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാര്യവിജയം, സൗഭാഗ്യം, ഉന്നത സ്ഥാനമാനാദി ലാഭം എന്നിവയാണ് ഫലം പറയേണ്ടത്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 5ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 4ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനലാഭം ഉണ്ടാകാം, ബന്ധുക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകാം, കൂടാതെ കുടുംബത്തിന് അഭിവൃദ്ധിയും ഫലമായി പറയണം. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 3ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുഭയവും അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള എതിർപ്പുമാണ് ഫലം പറയേണ്ടത്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനപുഷ്ടിയും വാഗ്വിലാസവും ഐശ്വര്യവുമാണ് ഫലം പറയേണ്ടത്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളോട് കലഹമുണ്ടാകാം, സർക്കാരിനെതിരെയുള്ള വാക്കുകൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകാം, കൂടാതെ ദൂരദേശ സഞ്ചാരവും ഫലമായി പറയണം. 12 രാശിക്കൂറുകാരുടെയും ബുധന്റെ രാശിമാറ്റ ഫലമാണ് പറഞ്ഞത്. മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം രാശിസ്ഥിതി മൂലമുള്ള ഫലങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം നക്ഷത്ര ഫലത്തെ വിലയിരുത്താൻ. ഇത് ബുധന്റെ മാത്രം ഫലമാണ്, നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ബുധൻ മീനൻ രാശിയിൽ വളരെ ഏറെക്കാലം അപ്രതീക്ഷിതമായി ഈ ഒരു കാലത്ത് നിൽക്കുന്നുണ്ട്.
സാധാരണ ബുധൻ ഒരു മാസമാണ് ഒരു രാശിയിൽ നിൽക്കുക. എന്നാൽ ഇനി മീനൻ രാശിയിൽ ഏറെ നാൾ നിൽക്കും. അതുകൊണ്ട് തന്നെ ഗുണഫലങ്ങൾ പറഞ്ഞിട്ടുള്ളവർക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഗുണഫലത്തിന്റെ ആധിക്യം കൂടുതൽ നാളുകൾ നിലനിൽക്കുന്നതാണ്. ബുധൻ ഇനി രാശി മാറുക 7/5/2025 മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് ബുധന്റെ രാശിമാറ്റം ഈ ഒരു കാലത്തിൽ വൈകിയാണ് ഉണ്ടാകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.